പുൽക്കോടി പഞ്ചായത്തിലെ വെള്ളക്കെട്ടിന് ശാശ്വതമായി പരിഹാരം നൽകുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള നാട്ടുകാരും അതോടൊപ്പം തന്നെ കോൺഗ്രസ് കമ്മിറ്റിയൊക്കെ ശക്തമായ സമരവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇവിടെ മോട്ടോർ വെച്ചിട്ടുള്ളതാണ് ഈ വെള്ളം കംപ്ലീറ്റ് അടിച്ച് പറ്റിക്കാൻ വേണ്ടിയിട്ട് വാഗാട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കുറച്ച് വർക്കുകൾ നടന്നിരുന്നു. വണ്ടി ഞാൻ രാവിലെ പഠിക്കുന്നു ഇറങ്ങുന്ന ഇത് പിറ്റാണ് പോകുന്നത് ഈ ചാലും ഇവിടെ മുട്ടോളമല്ല കഴുത്തോളം വെള്ളത്തിലാണ്. ഇപ്പോൾ വാഗാട് നിലവിൽ ഇവിടെയുള്ള വെള്ളം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷം നാട്ടുകാരൊക്കെ സമരം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഇവിടെയുള്ള വെള്ളം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ സർവീസ് റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് പൈപ്പിട്ടുകൊണ്ട് ഇതിലെ വെള്ളം ഒഴുക്കി വിടാനുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ മഴയിൽ കംപ്ലീറ്റ് വെള്ളമായിരുന്നു. അപ്പോൾ ഇന്ന് മഴ കുറവുണ്ട്, പക്ഷെ എന്നാലും വെള്ളം ഒരു തരി പോകാത്ത രീതിയിൽ നേരത്തെ ഡ്രൈനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു, അതൊക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ഇത്രയും വലിയ പ്രയാസങ്ങൾ. അതേപോലെ ഇതിൻ്റെ നേരെ പിറകിലൊരു വീടുണ്ട്, ആ വീടിൻ്റെ കാഴ്ച ഇവിടെ നമുക്ക് കണ്ടുനോക്കാം. അവിടെയും കംപ്ലീറ്റ് വെള്ളമാണ്. ശരി, ഇത് നിങ്ങളെ കടയാ? ഈ നിലവിലുള്ളത് ഈ കടയും അതോടൊപ്പം തന്നെ വീടും ഒക്കെ കംപ്ലീറ്റ് വെള്ളത്തിനടിയിലേക്ക് ആയിരിക്കുകയാണ്. ഇതിൻ്റെ അവിടെ കയറാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇവിടെ നേരത്തെ ഡ്രൈനേജ് ഉണ്ടായിരുന്നില്ല അല്ലേ? നേരത്തെ ഒരു കൾവേർട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ആ കൾവേർട്ട് ഇപ്പം വർക്ക് നടക്കുന്ന സമയത്ത് ആ കൾവേർട്ടൊക്കെ മൂടിപ്പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്രയും വെള്ളം ഇവിടെ കയറിയിരിക്കുന്നത്. അപ്പോൾ കടയിനകത്തൊക്കെ കംപ്ലീറ്റ് വെള്ളമാണ്. അവരെ മെഷീനറീസും അതോടൊപ്പം തന്നെ അവരെ കടയിലെ സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് വെള്ളത്തിനടിയിലേക്ക് ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ കംപ്ലീറ്റ് കടകളാണ്. പ്ലംബിങ്ങിൻ്റെ കട, അതേപോലെ തുന്നൽ കട, അങ്ങനെ കണ്ട് ഒരുപാട് കടകളുണ്ട്. കംപ്ലീറ്റ് വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോയൊരു കാഴ്ചയാണ്. അവരുടെ എല്ലാ സാധനങ്ങൾ സ്റ്റോക്കുകൾ കംപ്ലീറ്റ് ഇതേവരെ വെള്ളത്തിനടിയിലായി മാറിയിരിക്കുകയാണ്. ഇതേപോലെ ഈ വീട്ടിൻ്റെ അകത്തും കംപ്ലീറ്റ് വെള്ളമാണ്. അടുക്കളയിൽ വരെ വെള്ളം കയറിയിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ ഇവിടെ ഇപ്പം ചില ആളുകളൊക്കെ പറയും ഇത് വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മഴ പെയ്തപ്പോൾ സാങ്കേതികമായിട്ടുണ്ടായ പ്രശ്നങ്ങളാണ്. പക്ഷേ നേരത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ വന്ന ഒരു അണ്ടർ പാസേജിൻ്റെ ഭാഗമായിട്ട് ഇവിടെ മണ്ണടിച്ച് ഉയർത്തി ആറിവാളുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് ഇവിടെ ഒരു റോഡ് വന്നു കഴിഞ്ഞു, 6 വരിപ്പാത. അപ്പോൾ ഇതിൻ്റെ ഭാഗത്തൊരു കൾവേർട്ട് ഉണ്ടായിരുന്നു. അതായത് നേരത്തെ പഴയ ദേശീയപാതയിൽ നിന്ന് ഇതേ ഡ്രൈനേജിലെ വെള്ളവും സൈഡിലെ വെള്ളമൊക്കെ മഴക്കാലത്ത് അല്ലാത്ത സമയത്തൊക്കെ ഒലിച്ചു പോകാനുള്ള ഒരു കൾവേർട്ട് ഉണ്ടായിരുന്നു. ആ കൾവേർട്ട് കംപ്ലീറ്റ് ക്ലോസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്രയും വെള്ളം ഈ പ്രദേശങ്ങളിലൊക്കെ കംപ്ലീറ്റ് കയറിയിരിക്കുന്നത്. പകരം ഒരു കൾവേർട്ട് അവർ കണ്ടിട്ടുമില്ല. ആ ഒരു കൾവേർട്ട് നിർമ്മിച്ചാൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരമുള്ളൂ. അപ്പോൾ ഇവിടെയുള്ള വീട്ടുകാരുടെയൊക്കെ നിത്യജീവിതം തന്നെ വലിയ ദുസ്സഹമായി മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ്. നമുക്ക് വീട്ടിനുള്ളിലുള്ള വെള്ളം കയറിയ ഒരു കാഴ്ച കൂടി ഇനി കണ്ടു നോക്കാം. ഇവിടെ 6 വരിപ്പാത നിർമ്മിച്ചപ്പോൾ ദേശീയപാതയുടെ ഈ ഭാഗത്ത് ഇവിടെ നേരത്തെ ഒരു കൾവേർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കൾവേർട്ട് ഇത് റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന ഒരു കൾവേർട്ടായിരുന്നു. അപ്പോൾ അതും വാഗാട് ക്രോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ സൈഡിലുള്ള സർവീസ് റോഡിൻ്റെ ഈ ഭാഗത്തുള്ള വെള്ളം ക്രോസ് ചെയ്തുകൊണ്ട് താഴ്ഭാഗത്തേക്ക് പോകുന്ന ഈ ഓപ്പോസിറ്റ് സൈഡിൽ താഴ്ന്ന ഭാഗമാണ്. അപ്പോൾ നമ്മൾ 6 വരിപ്പാതയും കഴിഞ്ഞ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ താഴ്ന്ന ഭാഗത്തേക്കാണ് സാധാരണ രീതിയിൽ പഴയ ദേശീയപാതയിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കൊണ്ടിരുന്നത്. ആ പഴയ ദേശീയപാതയിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കൊണ്ടിരുന്ന ആ ഒരു സംവിധാനമാണ് ഇപ്പോൾ ഈ ഭാഗത്ത് റോഡ് ഉയർത്തിയ ശേഷം വാഗാട് ആ കൾവേർട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ കണ്ട കടകളും അതേപോലെ ഷോപ്പും വീട്ടിലൊക്കെ വെള്ളം കയറിയിരിക്കുന്നത്. അപ്പം പകരം ഇതേ രീതിയിൽ പുതിയൊരു കൾവേർട്ട് നിർമ്മിച്ചുകൊണ്ട് ഈ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം നൽകുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെയുള്ള സമരക്കാരൊക്കെ ഇവരുടെ നാട്ടുകാരൊക്കെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദേശീയപാതയിൽ ഇത്തരം വെള്ളക്കെട്ടൊക്കെ കാണുന്ന ആളുകൾ, പുറമെ നിന്ന് കാണുന്ന ആളുകൾ ഇതൊക്കെ വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായി ഉള്ള വെള്ളക്കെട്ടാണ്, അതൊക്കെ പിന്നീട് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറിക്കോളും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇത് എങ്ങനെ ഇവിടെയുള്ള നിലവിൽ കൾവേർട്ട് ഇല്ലാത്ത സ്ഥിതിക്ക് അത് ഒരു കാരണവശാലും വെള്ളം കെട്ട് മാറില്ല എന്ന് ഇവിടെയുള്ള നാട്ടുകാർ, അത് അനുഭവിച്ചറിയുന്ന ആളുകൾക്ക് മനസ്സിലാവും. നേരത്തെ നമ്മൾ കണ്ട ആ ഒരു വ്യക്തിയുടെ വീട്ടിലൊക്കെ വെള്ളം കയറി അദ്ദേഹം വീട്ടിലുള്ള ഭക്ഷണങ്ങൾ പോലും പാചകം ചെയ്യാത്ത ഒരവസ്ഥയിലേക്ക് അടുക്കളയിലടക്കം വെള്ളം കയറിയിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ അദ്ദേഹത്തിന് സ്ട്രോക്ക് അടക്കം വന്നുകൊണ്ട് ഇത്രയും വലിയ സ്ഥാപനവും അതോടൊപ്പം തന്നെ വീടും എല്ലാം വെള്ളത്തിനടിയിലായിട്ട് മാനസിക പ്രയാസങ്ങളുണ്ട്, സ്ട്രോക്ക് അടക്കം വന്നുകൊണ്ട് പ്രയാസപ്പെട്ട ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ പരമാവധി നിങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽ എത്തിക്കൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കാണുന്നത് വരെ ഈ വീഡിയോ നിങ്ങളൊന്ന് പരമാവധി ഷെയർ ചെയ്യാമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പം ഇത് ഇവിടെയുള്ള നാട്ടുകാർക്ക് കൂടി വലിയൊരു ആശ്വാസമായിരിക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യും ബന്ധപ്പെട്ട ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുന്നതും.